സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST-ക്കകത്ത് കയറി വരുന്ന ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇൻവോയ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ ബിസിനസ് ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടത് അണ്ടർ GST? മനസ്സിലായി? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GST പ്രകാരം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ കണ്ടീഷൻസ് കയറി വരുമ്പോഴാണ് നമുക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാവേണ്ടത്. ഓക്കെ, സോ അണ്ടർ GST ഓഡിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. മനസ്സിലായി? ദ ഫസ്റ്റ് വൺ നോക്കി, types of audit. The first one, by a chartered accountant or a cost accountant. These types of audit is done by a chartered accountant or a cost accountant under section 35(5) where turnover exceeds certain threshold limit specified in rule 83, that is 2 crore. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ 2 കോടിക്ക് മുകളിലാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ, മനസ്സിലായി, നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ കൊണ്ടോ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഓഡിറ്റ് ചെയ്തത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യും വേണം. മനസ്സിലായി? അതായത് ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഇതിൻ്റെ പുറകെ മറ്റേ നമ്മുടെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയണേ. സോ സെക്ഷൻ 35(5) പ്രകാരം നമ്മളോട് പറയുന്ന കാര്യം എന്താ, നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരുന്ന പോലെ 2 കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അത് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയും അല്ലേ. അപ്പം അത് അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ കൊണ്ടോ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യിപ്പിക്കണം, ഓഡിറ്റ്. ഓക്കെ, ആൻഡ് ഇനി പഠിക്കാനുള്ള 2 എന്ന് പറയുന്നത് നോക്കി, ബൈ ടാക്സ് അതോറിറ്റി. മനസ്സിലായി? ആൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ്സ് കോൾഡ് സ്പെഷ്യൽ ഓഡിറ്റ്. അതായത് 2 സെക്ഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, സെക്ഷൻ 65-ഉം സെക്ഷൻ 66-ഉം. മനസ്സിലായി? അതായത് ഇപ്പം നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തു. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെക്ഷൻ 65 പ്രകാരം ഈ പറയുന്ന ടാക്സ് അതോറിറ്റിക്ക് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളിൽ ഓഡിറ്റ് ചെയ്യണം. മനസ്സിലായി? അല്ലെങ്കിൽ അവർ റിക്കവർ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം അവർക്ക് ഹാജരാക്കണം. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്തുകൊണ്ട് പോയിട്ടോ എന്തിന് വിധേയമാക്കാം, ഓഡിറ്റിന് വിധേയമാക്കാം. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിയാണ്, ഇറ്റ്സ് കോൾഡ് സ്പെഷ്യൽ ഓഡിറ്റ്. മനസ്സിലായി? ഇങ്ങനെ 3 രീതിയിലാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറും GST-യുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? സെക്ഷൻ 35(5) പ്രകാരം 2 കോടിക്ക് മുകളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓക്കെ നിങ്ങൾ എന്തും കൂടെ സബ്മിറ്റ് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് സെക്ഷൻ 65 പ്രകാരം നമ്മളോട് പറയുന്നത് ടാക്സ് അതോറിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ സെക്ഷൻ 66 പ്രകാരം സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കേസ്. നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The first one, audit by a chartered accountant or a cost accountant. Every registered person whose turnover during the financial year exceed the prescribed GST audit turnover limit, that is 2 crore rupees, shall get the accounts audited by a chartered accountant or a CMA. Okay? Cost and management accountant. Registered person who is required to get his accounts audited in accordance with the section 5 subsection 5 shall submit electronically the annual return as per section 44 along with the copy of the audit statements of accounts and reconciliation statement. മനസ്സിലായി? അതായത് 2 കോടിക്ക് മുകളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം. എന്നിട്ട് സെക്ഷൻ 44-നകത്ത് എന്ത് സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഏതും കൂടെ വെക്കണം, ആ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റും കൂടെ വെക്കണം. Okay, and he shall furnish a copy of audit annual accounts and reconciliation statement duly certified in GSTR 9C along with the annual return. Okay, ഓർത്തിരിക്കട്ടെ, GSTR 9C. മനസ്സിലായി? സോ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ, ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതും കൂടെ GSTR 9C എന്ന് പറഞ്ഞൊരു ഫോം വെച്ച് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഫയൽ ചെയ്യണം. മനസ്സിലായി? അത് റിട്ടേൺ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന നേരത്ത് നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി നോക്കി, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ഓഡിറ്റ് shall keep and maintain his accounts to show the correct value in regards to the production or manufacturing of goods, inward supply of goods or services or both, outward supply of goods or services or both, stock of goods, input tax credit avail, output tax payable, and books of accounts point can be added. മനസ്സിലായി? അതായത് ഈ പറയുന്ന രീതിയിൽ ഓഡിറ്റിന് അനുയോജ്യമായിട്ട് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
മനസ്സിലായി? സോ നിങ്ങൾ ഇത്രയും മാത്രം ഈ പറഞ്ഞിരിക്കുന്ന പോലെ സെക്ഷൻ 35(5) പ്രകാരം നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. 2 കോടിക്ക് മുകളിൽ നിങ്ങളുടെ ടേൺ ഓവർ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു CA കാരനെ കൊണ്ടോ ഒരു CMA കാരനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കണം? ഓഡിറ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 9C എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് അല്ലെങ്കിൽ ഫോമിനകത്ത് ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടും കൂടെ എടുത്തു വെക്കണം. മനസ്സിലായി? ഓക്കെ, എല്ലാവർക്കും വേണ്ട എന്നർത്ഥം. ആ ടേൺ ഓവറിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം മതി. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? The section 35(5) of CGST Act 2017 has been amended. The Central Goods and Service Tax Amendment Act 2018, which states that any department of the central or state government, local authority which is subject to audit by CAG need not get their books of accounts audited by CA or CMA. നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഓഡിറ്റിംഗ് എടുക്കുമ്പോൾ, അക്കൗണ്ട്സ് എടുക്കുന്ന സമയത്ത്. മനസ്സിലായി? എന്തായിരുന്നു? CAG റിപ്പോർട്ടിന് വിധേയമാവുന്ന ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന പോലെ സ്പെസിഫൈഡ് ലിമിറ്റിനേക്കാൾ മുകളിൽ പോവുകയാണെങ്കിൽ പോലും എന്ത് വേണ്ട? not get their books of accounts audited by CA or CMA. മനസ്സിലായി? അതായത് CAG റിപ്പോർട്ടിന് വിധേയമാവുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളാണെങ്കിൽ ഓക്കെ, അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന 2 കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ പോലും അവർ ഏതിന് വിധേയമാക്കേണ്ട? ഈ CA അല്ലെങ്കിൽ CMA കൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വിധേയമാവണം. ആൻഡ് ദ സെക്കൻഡ് വൺ, സെക്ഷൻ 65 പ്രകാരം ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റി. നോക്കാം, the commissioner or any officer authorized by him can undertake the audit of registered person for such period at such frequency and such manner as may be prescribed. ആർക്കാ? കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർ തീരുമാനിക്കുന്ന ഓതറൈസ്ഡ് വന്ന വേറെ ആർക്കെങ്കിലും. മനസ്സിലായി? എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ രജിസ്റ്റേർഡ് പേഴ്സന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യാം. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കി, 65 subsection 3 of the CGST Act 2017, the registered person shall be informed by way of notice not less than 15 working days prior to the conduct of the audit in such manner as may be prescribed. അതായത് ആ ഡിപ്പാർട്ട്മെന്റിന് ഓഡിറ്റിംഗ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാണ് അവർ ഓഡിറ്റിംഗിന് വരുന്നത്? ഓക്കെ, അതിന് മിനിമം ഒരു 15 ദിവസം മുമ്പെങ്കിലും ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസിന് എന്ത് കൊടുത്തിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കണം. മനസ്സിലായി? ഓക്കെ, സോ 65 പ്രകാരം നമ്മളോട് പറയുന്നത് ഓഡിറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, കമ്മീഷണർ ഓതറൈസ് ചെയ്യുന്ന വേറെ ആർക്കോ വേണമെങ്കിൽ ഓഡിറ്റിംഗ് നടത്താം. ആൻഡ് ദ തേർഡ് പോയിന്റ്, അങ്ങനെ ഓഡിറ്റിംഗ് നടത്തുന്നതിന് 15 ദിവസം മുമ്പെങ്കിലും ഈ പറയുന്ന ഇൻഫർമേഷൻ ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സണെ അറിയിച്ചിരിക്കണം. ആൻഡ് ദ ഓഡിറ്റ് under subsection 1 shall be completed within a period of 3 months from the date of commencement of audit. ഓക്കെ, ഓഡിറ്റ് തുടങ്ങിയാൽ 3 മാസത്തിനുള്ളിൽ ആ പറയുന്ന ഓഡിറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ തീർത്തിരിക്കണം. മനസ്സിലായോ? ആൻഡ് provided that where the commissioner is satisfied that the audit in respect of such a registered person cannot be completed within 3 months, he may, for the reason to be recorded in writing, extend the period for the further period not exceeding 6 months. മനസ്സിലായി? അതായത് സപ്പോസ് 3 മാസം കൊണ്ട് തീർന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അത്രയും കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ ആ 3 മാസം കൊണ്ട് ഈ പറയുന്ന പോലെ ഓഡിറ്റ് പ്രൊസീജിയർ തീർന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഓക്കെ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റീസൺ വാലിഡ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 6 മാസം കൂടെ ഈ പറയുന്ന ഓഡിറ്റ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നീട്ടിക്കൊടുക്കാം. സോ 65 പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഡിറ്റിംഗ് നടത്തണേ. കമ്മീഷണർ ഓതറൈസ് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓഡിറ്റ് നടത്താം. ഓഡിറ്റ് നടത്തുന്നതിന് 15 ദിവസം മുമ്പ് നമുക്ക് റിപ്പോർട്ട് കിട്ടണം. ഓഡിറ്റ് തുടങ്ങി 30 ദിവസത്തിനുള്ളിൽ അല്ലെ, പീരീഡ് ഓഫ് 3 months, 30 ദിവസം അല്ല 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? വേണമെങ്കിൽ ഒരു 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ, this exception, the expression commencement of audit shall be the date on which the records and other documents called for the tax authorities are made available by the registered person or the actual institutions of the audit at place of business whichever is later. അതായത് ഇവിടെ പറയുന്നത് നോക്കി, ഓഡിറ്റ് തുടങ്ങി 3 മാസത്തിനുള്ളിൽ ഇത് തീർക്കണം എന്നാണ് പറയണേ അല്ലെ. സോ ഓഡിറ്റ് തുടങ്ങി 3 മാസം. അവിടെ ഒരു പ്രശ്നമുണ്ട്, എന്നാണ് ഓഡിറ്റ് തുടങ്ങിയത് എന്നുള്ളൊരു ചോദ്യം വരും. സോ ഇവിടെ പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് 3 സിറ്റുവേഷൻസ് ആണ് നമുക്ക് പറയാറുള്ളത്. മെറ്റീരിയൽ അത് പറഞ്ഞാൽ വേണ്ട, ഒരു 3 സിറ്റുവേഷൻസ് ഞാൻ പറയാം. ഇപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് നോട്ടീസ് അയക്കുന്നത് 1/1/2019 വിചാരിക്കുക. എങ്ങനെയായിരുന്നു? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുന്നത് 1/1/2019. മനസ്സിലായി? ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് 30/1/19. ഓക്കെ, ഇനി അവര് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നത് 10/2/19. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് തുടങ്ങി 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം.
അല്ലേ? ഓഡിറ്റ് തുടങ്ങി 3 മാസത്തിനുള്ളിൽ നമ്മളോട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇവിടെ ഈ 3 ഡേറ്റ് ഉണ്ട്. ഈ 3 ഡേറ്റിൽ ഏത് ഡേറ്റ് ആണ് നിങ്ങൾ ഓഡിറ്റ് തുടങ്ങിയ ഡേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ? ഓക്കെ, അവർ നമുക്ക് ഇങ്ങോട്ട് നോട്ടീസ് അയച്ച ഡേറ്റ് 1, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത ഡേറ്റ് 2, ആൻഡ് തേർഡ് വൺ അവർ ആക്ച്വലി നമ്മുടെ ഓഫീസിലോട്ട് വന്ന ഡേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ്. സോ ഇതിനകത്ത് ലേറ്റർ ഏതാണോ, ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഏതാണോ, അത് തുടങ്ങി 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ. During the course of audit, the authorized officer may require the registered person to afford him the necessary facility to verify the books of accounts and other documents as he may require, to furnish such information as may require, and render assistance for timely completion of the audit. ചുരുക്കം പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഓഡിറ്റിംഗിന്റെ ടൈമിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എല്ലാവിധ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിനകത്തുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ്. മനസ്സിലായി? ആൻഡ് സബ്സെക്ഷൻ 6, on conclusion of audit, the proper officer shall within 30 days inform the registered person whose records are audited about the findings, his writings and his rights and obligations and the reason for such findings. അതായത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് അവർ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറയുന്നത് പോലെ ഫൈൻഡിങ്സ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആരെ അറിയിക്കണം? ആരാണോ രജിസ്റ്റേർഡ് പേഴ്സൺ അങ്ങേരെ അറിയിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ? ഈ ഓഡിറ്റിംഗ് പ്രൊസീജിയർ തീർന്ന് 30 ദിവസത്തിനുള്ളിൽ. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? സബ്സെക്ഷൻ 7 ഓഫ് ദ CGST ആക്ട്, where the audit conducted under subsection 1 result in detection of tax not paid or short paid or erroneously refunded or input tax credit wrongly availed or utilized, the proper officer may initiate action under section 73 or 74. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരത്തിനകത്ത് ടാക്സ് അടയ്ക്കാതിരിക്കുകയോ കൂടുതൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയോ ഏതെങ്കിലും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതുകയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിനേക്കാൾ കുറവാണ് ടാക്സ് അടയ്ക്കുകയോ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 73 or 74 പ്രകാരം നമുക്ക് ഡിമാൻഡ് ചെയ്യാം. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ടും കൂടെ ടാക്സ് പെൻഡിങ് ആണ്, ഇത്രയും രൂപയും കൂടെ നിങ്ങൾ അഡീഷണലി അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത്രയാണ് നമുക്ക് സെക്ഷൻ 65 പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? 35-കകത്ത് നമ്മളോട് ഒന്നും പറഞ്ഞില്ല. CA കാരനെ കൊണ്ടോ CMA കാരനെ കൊണ്ടോ ഓഡിറ്റ് ചെയ്യിപ്പിക്കണം 2 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കമ്മീഷണർ ഓതറൈസ് ചെയ്യുന്ന ആർക്കോ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. എത്ര മാസത്തിനുള്ളിൽ എപ്പോൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ആ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ 15 ദിവസം മുമ്പെങ്കിലും ഇങ്ങനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങി 3 മാസത്തിനുള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ തീർന്നില്ലെങ്കിൽ അഡീഷണലി നമുക്ക് ഒരു 6 മാസം കൂടെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു, അല്ലെ? കിട്ടിയിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതിന്റെ വിവരം അറിയിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ ഫൈൻഡിങ്സ് കാര്യങ്ങളെല്ലാം അറിയിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? ഈ പറയുന്ന 65 പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ആ പറയുന്ന ലേറ്റർ ഡേറ്റ് നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് കണക്കാക്കണ്ട. ഇത്രേ ഉള്ളൂ. അതായത് എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ നോട്ടീസ് വരുന്നത്, എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നാണോ അവർ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞേ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി പറഞ്ഞേ. ഇതിനകത്ത് ലേറ്റർ ഡേറ്റ് ഏതാണോ അത് തുടങ്ങി 3 മാസത്തിനുള്ളിൽ. മനസ്സിലായി? അത് തുടങ്ങി 3 മാസത്തിനുള്ളിൽ തീർത്താൽ മതി. ഇനി എന്തെങ്കിലും പ്രോപ്പർ റീസൺ കൊണ്ടാണെങ്കിൽ നമുക്കൊരു 6 മാസം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? ഓക്കെ. ആൻഡ് ആണോ അതിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കണേ. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തെല്ലാം പറഞ്ഞിരിക്കണേ, എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കണേ. നോക്കാം, അടുത്തത് നോക്കാം. ഇനി സെക്ഷൻ 66 പ്രകാരം സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. അത് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഏതിന്റെയാ? ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഓഡിറ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ സ്പെഷ്യൽ ഓഡിറ്റിനെ കണക്കാക്കിയാൽ മതി. നോക്കാം. The law provides that the audit may be directed irrespective of any other audit under any other provision of this act or any other law for the time being in force, or otherwise it may mean that if an audit has been conducted by the tax authority under section 65 of the CGST act, special audit under section 66 of CGST can still be directed. അതായത് എന്തെങ്കിലും കാരണവശാൽ ഇപ്പം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് നടത്തി എന്ന് വിചാരിക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെക്ഷൻ 66 പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഉത്തരവിറക്കാം. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഈ പറയുന്നത് പോലെ ഏത് നിയമത്തിന്റെ കീഴിൽ ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് നടത്തിയാലും കുഴപ്പമില്ല. അവർക്ക് തോന്നുകയാണെങ്കിൽ
ഓക്കെ, ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് അവരുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പോലും ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് സെക്ഷൻ 66 പ്രകാരം ഏതിന് ഉത്തരവിറക്കാം? സ്പെഷ്യൽ ഓഡിറ്റിന് ഉത്തരവിറക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് നോക്കണം. ഓക്കെ, if at any stage of scrutiny, inquiry, investigation or any other proceeding, any officer not below the rank of assistant commissioner, if of the opinion that the value has not been correctly declared or the credit availed is not within the normal limits. മനസ്സിലായി? അതായത് കറക്റ്റ് ആയിട്ടല്ല നമ്മൾ വാല്യൂ ചെയ്തിരിക്കുന്നത്. GSTക്കകത്തുള്ള വാല്യൂഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, സാധനങ്ങളുടെ ഡീറ്റെയിൽസോ പ്രൈസോ കാര്യങ്ങളൊന്നും വാല്യൂ കറക്റ്റ് അല്ല, അതല്ലെങ്കിൽ ദ ക്രെഡിറ്റ് അവൈൽഡ് ഈസ് നോട്ട് വിത്തിൻ ദ നോർമൽ ലിമിറ്റ്, ക്രെഡിറ്റ് എടുത്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ നോർമൽ ലിമിറ്റിന്റെ അടിസ്ഥാനത്തിലും അല്ല, അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കേ, he may with the prior approval of the commissioner direct such registered person to his records including books of accounts examined and audited by the chartered accountant or a cost accountant as may be nominated by the commissioner. മനസ്സിലായി? സോ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ പറയുന്ന പോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതിന്റെ ലിമിറ്റ് ശരിയല്ല എന്നോ, ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വാല്യൂ ശരിയല്ല എന്നാ ചെയ്തിരിക്കണമെങ്കിൽ അവർക്ക് എന്തിനു ഉത്തരവിടാം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ സ്പെഷ്യൽ ഓഡിറ്റിന് ഉത്തരവിടാം. ആ സ്പെഷ്യൽ ഓഡിറ്റ് ആരാ ചെയ്യേണ്ടത്? എക്സാമിൻ ആൻഡ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ എ കോസ്റ്റ് അക്കൗണ്ടന്റ് ആസ് മേ ബി നോമിനേറ്റഡ് ബൈ ദ കമ്മീഷണർ. മനസ്സിലായി? ദ ഓഫീസർ വിൽ ഇഷ്യൂ ഡയറക്ഷൻ ഇൻ ഫോം GST ADT 03 ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ, അതായത് ആ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് GST ADT 03 രജിസ്റ്റേർഡ് പേഴ്സന്റെ വിവരം അറിയിക്കും. മനസ്സിലായി? ഇനി എന്ത് ചെയ്യണം? The chartered accountant or a cost accountant so nominated shall submit a report of such audit duly signed and certified by him to the said assistant commissioner within the period of 90 days. ഓക്കെ, ആ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന CA കാരനോ CMA കാരനോ 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. വിച്ച് ക്യാൻ ബി ഫർദർ എക്സ്റ്റെൻഡഡ് 90 days. 90 ദിവസത്തിനുള്ളിൽ ഈ ഇയർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എഗെയിൻ നമുക്കൊരു 90 ദിവസം കൂടെ കൂട്ടി കൊടുക്കാം. And the special audit can be conducted even if the accounts of registered person have been audited under any other provision of this act or any other law for the time being in force. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. The expenses of the examination and audit records including the remuneration of such a chartered accountant or cost accountant shall be determined and paid by the commissioner. മനസ്സിലായി? അതായത് കമ്മീഷണർ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന സാധനം കണ്ടക്ട് ചെയ്യണേ. സോ ആ CA കാരുടെയോ CMA കാരുടെയോ റെമ്യൂണറേഷനോ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ആര് വഹിക്കേണ്ട കാര്യമില്ല, ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ വഹിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ആര് നോക്കിക്കോളും? ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും. ആൻഡ് on conclusion of the special audit, the registered person shall be informed of the findings of the special audit in GST ADT 04. മനസ്സിലായി? എന്ത് ചെയ്യണം? ആ പറയുന്ന ഫൈൻഡിങ്സ്, സ്പെഷ്യൽ ഓഡിറ്റിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണോ അത് ഏത് ഫോമിനകത്ത്? GST ADT 04 നമ്മളെ അറിയും. കേട്ടോ? ഓക്കെ, സോ നമ്മൾ കള്ളത്തരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചിട്ടായിരിക്കും ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണേ. ആ സ്പെഷ്യൽ ഓഡിറ്റിന്റെ ക്യാഷ് ഫുള്ളായിട്ട് എക്സ്പെൻസ് ഫുള്ളായിട്ട് ആര്? ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കിക്കോളും. മനസ്സിലായി? എന്നിട്ട് എന്തൊക്കെയാണോ അവരുടെ ഫൈൻഡിങ്സ് അത് നമ്മളെ അറിയിക്കും. ഓക്കെ, അറിയിക്കുക മാത്രമല്ല കേട്ടോ, നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെനാൽറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും ചെയ്യും. ഇനി as in the case of audit under section 65, no demand of tax even at interim is permitted on completion of the special audit under this section. In case any possible tax liabilities identified during the audit procedure under section 73 or 74 as the case may be is to be followed. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ടാക്സോ കാര്യങ്ങളോ അടച്ചിട്ടില്ലെങ്കിൽ 73 പ്രകാരമോ 74 പ്രകാരമോ നമുക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കും. ഓക്കെ, നോക്കാം. Based on the finding observation of the special audit, action can be initiated under section 51 of the GST Act. മനസ്സിലായി? ഈ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 51 പ്രകാരം നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാം. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ക്യാൻ ബി അണ്ടർടേക്കൺ ഈവൻ ഇഫ് എ ടാക്സബിൾ പേഴ്സൺ ഇസ് നോട്ട് രജിസ്റ്റേർഡ്. അതായത് ഡിപ്പാർട്ട്മെന്റിന് ഓഡിറ്റിന് വിധേയമാവണമെങ്കിൽ ഈ പറയുന്ന പോലെ ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റർ ചെയ്യണം എന്ന് പോലും നിർബന്ധമില്ല. മനസ്സിലായി? As there is no condition specifically mentioned for the audit of registered or unregistered taxable person under section 65. അതായത് ഡിപ്പാർട്ട്മെന്റിന് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും സംശയം തോന്നി ഏതെങ്കിലും കടയിൽ കയറി ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ അങ്ങേര് രജിസ്റ്റേർഡ് ആണോ അങ്ങേര് നോൺ രജിസ്റ്റേർഡ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. മനസ്സിലായി? അതായത് രജിസ്റ്റേർഡ് പേഴ്സണെ മാത്രമേ എന്തിന് വിധേയമാക്കാൻ പറ്റുള്ളൂ? ഓഡിറ്റിംഗ് വിധേയമാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് യാതൊരു വിധ റൂളും ഇല്ല എന്നർത്ഥം. ഓക്കെ, നോക്കാം.
The Deputy Assistant Commissioner can direct the taxable person to get his books of accounts audit under section 65 by a nominated chartered accountant or cost accountant only after the approval of the commissioner. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കമ്മീഷണർ അപ്രൂവൽ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു CA കാരനെയോ CMA കാരനോ അപ്പോയിന്റ് ചെയ്യാം. ഇനി നോക്കിയേ, however the taxable person will be given an opportunity of being heard for the use of any information, document or any relevant material obtained during the special audit in any further proceedings. അതായത് സ്പെഷ്യൽ ഓഡിറ്റിംഗ് മുഖേന അവരെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങേരുടെ മുകളിൽ ഒരു കുറ്റം ചുമത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ കേൾക്കാനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണം. മനസ്സിലായി? സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തു, അവർ എന്തൊക്കെ ഫൈൻഡിങ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേരുടെ മുകളിൽ അല്ലെങ്കിൽ ഈ ടാക്സബിൾ പേഴ്സന്റെ മുകളിൽ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ചാൻസും കൂടെ കൊടുക്കണം. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്പെഷ്യൽ ഓഡിറ്റ് സെക്ഷൻ 66 പ്രകാരമാണ് പറയുന്നത്. The law provides that the special audit under 66 may be directed irrespective of any other audit have been conducted under any other provision of this act or any other law for the time being in force. That means നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അതായത് അവിടെ സ്പെഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് പറയുന്നത് എന്ന് മാത്രം. സോ സെക്ഷൻ 35 പ്രകാരം നോർമൽ ഓഡിറ്റ് ഉണ്ട്, CA കാരനെ കൊണ്ടോ CMA കാരനെ കൊണ്ടോ ചെയ്യിപ്പിക്കേണ്ടത് 2 കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിൽ നടത്തേണ്ട ഓഡിറ്റ് ആണ്. ഓഡിറ്റിന് 15 ദിവസം മുമ്പ് വേണം, 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് തീർക്കണം, ഇല്ലെങ്കിൽ 6 മാസം വരെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെ. അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് ഇങ്ങനെ അറിയിക്കണം എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് കാര്യങ്ങളെല്ലാം. സോ ഇത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റിന്റെ ഇടയിൽ വെച്ചിട്ട് വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് എടുത്തിരിക്കുന്ന നോർമൽ ലിമിറ്റിനല്ല എങ്കിലോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വേറൊരു CA കാരനെയോ CMA കാരനെയോ അപ്പോയിന്റ് ചെയ്യാം, എല്ലാ ചെലവും കൊടുത്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പെഷ്യൽ ഓഡിറ്റിന്റെ റിപ്പോർട്ടും ഇതേപോലെ തന്നെ ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കിയതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങേരുടെ മുകളിൽ എന്തെങ്കിലും കുറ്റം ചുമത്തി ഇങ്ങേരെ ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ കൊടുക്കണം. മനസ്സിലായി? സോ സെക്ഷൻ 35, 36 ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന സ്പെഷ്യൽ ഓഡിറ്റും രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിന്റെ കുറച്ച് ഡിഫറൻസ് കൂടെ നോക്കാം. നോക്കി, 65 ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഓഡിറ്റും 66 സ്പെഷ്യൽ ഓഡിറ്റും. ഇൻ ദി സെക്ഷൻ വി ഹാവ് ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റ്, അവിടെ സ്പെഷ്യൽ ഓഡിറ്റ് ആണ്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദ ഓഫീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓതറൈസ്ഡ് ബൈ ദ കമ്മീഷണർ. കമ്മീഷണർ പറയുന്ന ഓതറൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഓഡിറ്റ് നടത്തുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് നോമിനേറ്റഡ് ബൈ ദ കമ്മീഷണർ. കമ്മീഷണർ നിയമിക്കുന്ന CA കാരനോ CMA കാരനോ. അടുത്തത് ഇവിടെ നോക്കി, പ്രയർ നോട്ടീസ് ഓഫ് 15 days ഈസ് റിക്വയർഡ്. ഇവിടെ നോ സച്ച് എ ടൈം ഓർ ഇന്റിമേഷൻ ഈസ് റിക്വയർഡ്. ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, 15 ദിവസം മുമ്പെങ്കിലും ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ അറിയിക്കണം. ഇവിടെ അങ്ങനെ ഒരു ഇന്റിമേഷന്റെ കാര്യമേ ഇല്ല. ദ കൺക്ലൂഷൻ ഓഫ് ദ ഓഡിറ്റ് ഈസ് ഗിവൺ 3 months, ഫർദർ എക്സ്റ്റൻഷൻ ഓഫ് 6 months ഈസ് അലൗഡ് അല്ലെ. അതായത് 3 മാസമാണ് ടൈം കൊടുത്തിരിക്കുന്നത്, വേണമെങ്കിൽ ഒരു 6 മാസം കൂടെ കൊടുക്കാം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 90 days മാത്രമേ സമയമുള്ളൂ. അഡീഷണലി വേണമെങ്കിൽ ഒരു 90 days കൂടെ കൊടുക്കാം. ഓക്കെ. ആൻഡ് audit findings, audit report should be intimate soon upon the completion of the audit. ഇവിടെ audit report should be shown to the deputy assistant commissioner. അതായത് അവിടെ ഓഡിറ്റിന്റെ ഫൈൻഡിങ്സ് ഇങ്ങേരെ അറിയിക്കണം, ഇതിന്റെ ഓഡിറ്റിന്റെ ഫൈൻഡിങ്സ് ആരെ അറിയിക്കണം, അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിക്കണം. ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ് എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ സ്പെഷ്യൽ ഓഡിറ്റിന്റെ കേസിനകത്ത് നമുക്ക് കിട്ടും. അടുത്തത് ആക്ഷൻ ബേസ്ഡ് ഓൺ റിപ്പോർട്ട്. യെസ്, അണ്ടർ സെക്ഷൻ 37 ബൈ ദ ഇഷ്യൂ ഓഫ് ഷോക്കോസ് നോട്ടീസ് അല്ലെ. എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് അയക്കാം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. നമുക്ക് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ അല്ലെങ്കിൽ 1 വേർഡ്സ് ചോദിക്കാനുള്ള സാധ്യത പറയുന്ന ഈ പറയുന്ന 2 കോടി, 3 മാസം, 6 മാസം, 15 ദിവസം, 30 ദിവസം, 90 days, അഡീഷണലി കൊടുക്കുന്ന 90 days, 2 crore rupees, ഈ വക കാര്യങ്ങളെല്ലാം. ഇനി കുറച്ചും കൂടെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് പോലെ ആ 3 മാസത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അതിനകത്ത് തന്നെ എന്നാണ് ഓഡിറ്റിംഗ് തുടങ്ങുന്നത് എന്നുള്ള ഡേറ്റ് എന്നായിരുന്നു ഈ പറയുന്ന അവർ നോട്ടീസ് അയക്കുന്ന ഡേറ്റ്, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നതല്ല, നമ്മൾ ആ പറയുന്ന ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്ന ഡേറ്റ്, അതല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഓഡിറ്റിംഗ് വരുന്ന ഡേറ്റ്. ഇതിനകത്ത് ലേറ്റർ ഏതാണോ, ഏറ്റവും അവസാനം സംഭവിക്കുന്ന ഏതാണോ അത് മനസ്സിലായി. അതിൽ തുടങ്ങി അവർ പറയുന്ന നിശ്ചിത ടൈമിനുള്ളിൽ നമുക്ക് എന്ത് നടത്തണം, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യണം. ഡിപ്പാർട്ട്മെന്റിലെ കേസാണ് പറയുന്നത്. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ഒരു ചാപ്റ്ററുമായിട്ട് കാണാം. ബൈ.